രാമനും സീതയും ലക്ഷ്മണനും വനത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നടന്നു തുടങ്ങി. വനയാത്രയ്ക്കിടെ അവർ രാമൻ്റെ പിതാവായ ദശരഥൻ്റെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹം ജടായു എന്നു പേരുള്ള ഒരു വലിയ കഴുകനായിരുന്നു. ജടായു പറഞ്ഞു, രാമാ, നമസ്കാരം. ഞാൻ നിന്റെ പിതാവിൻ്റെ സുഹൃത്താണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഞാൻ സഹായിക്കും. ജടായുവിനെ കണ്ടപ്പോൾ സീതയ്ക്ക് വളരെ സന്തോഷമായി. അവർ വനത്തിലൂടെ യാത്ര തുടരുമ്പോൾ നിരവധി മഹർഷിമാരെ കണ്ടുമുട്ടി. ആ മഹർഷിമാർ രാമനോട് അപേക്ഷിച്ചു, ഓ രാമാ, ദയവായി ഞങ്ങളെ സംരക്ഷിക്കണമേ. രാക്ഷസന്മാർ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു. അവർ ഞങ്ങളുടെ യാഗങ്ങൾ തടസ്സപ്പെടുത്തുകയും നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. രാമൻ അവരോട് വാഗ്ദാനം ചെയ്തു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അകറ്റുകയും ചെയ്യും. ഒരു ദിവസം അവർ ധർമ്മവ്രതൻ എന്ന ഒരു മഹർഷിയെ കണ്ടുമുട്ടി. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ സീതയ്ക്ക് സമീപത്ത് നിന്ന് മനോഹരമായ സംഗീതം കേൾക്കാൻ തുടങ്ങി. അവൾ ചോദിച്ചു, ഈ സംഗീതം എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ധർമ്മവ്രതൻ പറഞ്ഞു, ഒരിക്കൽ മന്ദാകർണി എന്ന പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ കഠിനമായ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ ശക്തികൾ ലഭിക്കുമോ എന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തപസ് തടസ്സപ്പെടുത്താൻ ഇന്ദ്രൻ 5 അപ്സരസ്സുകളെ അയച്ചു. മന്ദാകർണി ആ 5 അപ്സരസ്സുകളെയും വിവാഹം ചെയ്തു. അവർക്കായി അദ്ദേഹം തടാകത്തിൻ്റെ അടിയിൽ, വെള്ളത്തിനടിയിൽ 5 കൊട്ടാരങ്ങൾ നിർമ്മിച്ചു. ഇന്നും അവർ അവിടെ പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ കേൾക്കുന്ന ഈ മനോഹരമായ സംഗീതം വരുന്നത്. അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും കുറച്ചുനേരം ആ സംഗീതം ആസ്വദിച്ചു. അതിനുശേഷം അവർ വീണ്ടും വനത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് യാത്ര തുടർന്നു. ഒടുവിൽ ഭരദ്വാജ മഹർഷി പറഞ്ഞിരുന്ന പഞ്ചവടി എന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. അവിടെ അവർ തങ്ങൾക്കായി മനോഹരമായ ഒരു ആശ്രമം നിർമ്മിച്ചു. രാമനും ലക്ഷ്മണനും പോയി മുളകൾ കൊണ്ടുവന്നു. അവ ഉപയോഗിച്ച് അവർ തങ്ങൾക്കായി മനോഹരമായ ഒരു ചെറിയ ആശ്രമം പണിതു. ഇത് കണ്ട സീതയ്ക്ക് വളരെ സന്തോഷമായി. രാമയ്യയും ലക്ഷ്മയ്യയും പണിതു പർണക്കുടിൽ. രാമയ്യയും ലക്ഷ്മയ്യയും പണിതു പർണക്കുടിൽ. സീതമ്മ പുഞ്ചിരിച്ചു പൂക്കളാൽ മുറ്റമൊരുക്കി. സീതമ്മ പുഞ്ചിരിച്ചു പൂക്കളാൽ മുറ്റമൊരുക്കി. രാമയ്യയും ലക്ഷ്മയ്യയും പണിതു പർണക്കുടിൽ. രവി ഉദിച്ചുയർന്നു, സ്വാതിമഴത്തുള്ളികൾ തിളങ്ങി. രവി ഉദിച്ചുയർന്നു, സ്വാതിമഴത്തുള്ളികൾ
സീതമ്മ പുഞ്ചിരിച്ചു പൂക്കളാൽ മുറ്റമൊരുക്കി. രാമയ്യയും ലക്ഷ്മയ്യയും പണിതു പർണക്കൂടിൽ. തണുത്ത കാറ്റുകൾ മൃദുവായി വീശും. തണുത്ത കാറ്റുകൾ മൃദുവായി വീശും. പൂക്കളുടെ ചുചുപ്പുകൾ നാലു ദിക്കിലും. പൂക്കളുടെ ചുചുപ്പുകൾ നാലു ദിക്കിലും. തണുത്ത കാറ്റുകൾ മൃദുവായി വീശും. പൂക്കളുടെ ചുചുപ്പുകൾ നാലു ദിക്കിലും. രാമയ്യയും ലക്ഷ്മയ്യയും പണിതു പർണക്കുടിൽ. സീതമ്മ പുഞ്ചിരിച്ചു പൂക്കളാൽ മുറ്റമൊരുക്കി. അത് ശൈത്യകാലമായിരുന്നു. രാത്രികൾ തണുപ്പുള്ളതായിരുന്നു. അതുപോലെ തന്നെ അതിരാവിലെയും നല്ല തണുപ്പുണ്ടായിരുന്നു. സീത വീടിൻ്റെ മുന്നിൽ പൂക്കൾ ഉപയോഗിച്ച് മനോഹരമായ രംഗോളികളും അലങ്കാര രൂപങ്ങളും ഒരുക്കാറുണ്ടായിരുന്നു. രാത്രികളിൽ അവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചൂടിനായി തീ കത്തിക്കുകയും പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്യുമായിരുന്നു. രാമൻ പറയുമായിരുന്നു, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ പൗർണമി ദിവസങ്ങളിൽ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം തരാറുണ്ടായിരുന്നു. സീത പറയുമായിരുന്നു, എൻ്റെ അച്ഛൻ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ലക്ഷ്മണൻ സ്നേഹത്തോടെ ഓർക്കുമായിരുന്നു, ഇപ്പോൾ നമ്മൾ ഇവിടെ വനത്തിലാണ്. രാമയ്യയ്ക്കുറക്കം വരാതെയായി. സീതമ്മയുടെ കഥകൾ തീരുന്നില്ല. രാമയ്യയ്ക്കുറക്കം വരാതെയായി. സീതമ്മയുടെ കഥകൾ തീരുന്നില്ല. നിലാവിൽ തിളങ്ങിടും ജാനകിയുടെ പർണക്കുടിൽ. നിലാവിൽ തിളങ്ങിടും ജാനകിയുടെ പർണക്കുടിൽ. ഓർമ്മകളുടെ തിരമാലയിൽ ജനകൻ മനസ്സിൽ തെളിഞ്ഞു. സൗമിത്രിയുടെ സ്നേഹത്തോടൊപ്പം ഭരതനെയും ഓർത്തു. അമ്മയുടെ കൈകൊണ്ട്
നിലാവിൽ തിളങ്ങിടും ജാനകിയുടെ വർണ്ണക്കുടിൽ നിലാവിൽ തിളങ്ങിടും ജാനകിയുടെ വർണ്ണക്കുടിൽ ഒരു ദിവസം ശൂർപ്പണഖ എന്ന ഒരു രാക്ഷസി അവിടെ എത്തി രാമനെ കണ്ടു. അവൾ പറഞ്ഞു, "ഓ രാമാ, എനിക്ക് അങ്ങയോട് ആകർഷണം തോന്നുന്നു. ദയവായി എന്നെ വിവാഹം കഴിക്കൂ." രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഓ ശൂർപ്പണഖേ, ഞാൻ ഇതിനകം വിവാഹിതനാണ്. ഇതാണ് എൻ്റെ ഭാര്യയായ സീത." എൻ രാജാ നീ എൻ പൂജ, എൻ മനസ്സിൽ ബാജ മുഴങ്ങട്ടെ നമ്മുടെ കല്യാണ ബാജ. എൻ രാജാ നീ എൻ പൂജ, എൻ മനസ്സിൽ ബാജ മുഴങ്ങട്ടെ നമ്മുടെ കല്യാണ ബാജ. ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നു. അവൾ സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്റെ കാരണമാണ് രാമൻ എന്നെ വിവാഹം കഴിക്കാത്തത്." ലക്ഷ്മണൻ അവളെ തടയാൻ ശ്രമിച്ചു. അവൾക്ക് പരിക്കേറ്റു. തുടർന്ന് അവൾ തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവൾക്ക് 2 സഹോദരന്മാരുണ്ടായിരുന്നു, ഖരനും ദൂഷണനും. അവർ സമീപമുള്ള ഒരു വനത്തിലാണ് താമസിച്ചിരുന്നത്. അവൾക്ക് ലങ്കയിൽ താമസിച്ചിരുന്ന രാവണൻ എന്ന മറ്റൊരു സഹോദരനും ഉണ്ടായിരുന്നു. ഖരനും ദൂഷണനും തങ്ങളുടെ സഹോദരിക്ക് നേരിട്ട അപമാനം അറിഞ്ഞപ്പോൾ അവർ ഒരു വലിയ സൈന്യവുമായി രാമനെ ആക്രമിക്കാൻ എത്തി. രാമൻ തൻ്റെ അസ്ത്രങ്ങളുടെ ശക്തി ഉപയോഗിച്ച് അവരെ പരാജയപ്പെടുത്തി. അതിനുശേഷം ശൂർപ്പണഖ തൻ്റെ മറ്റൊരു സഹോദരനായ രാവണൻ്റെ അടുത്തേക്ക് പോയി കരഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. രാമനെയും ലക്ഷ്മണനെയും സീതയെയും ഉപദ്രവിക്കണമെന്ന് രാവണൻ തീരുമാനിച്ചു. അതിനായി അവൻ മാരീചൻ എന്ന രാക്ഷസനെ വിളിച്ചു. വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തെ സംരക്ഷിക്കുമ്പോൾ രാമൻ കടലിലേക്ക് എറിഞ്ഞ അതേ മാരീചൻ തന്നെയായിരുന്നു അത്. മാരീചൻ ഒരു സ്വർണ്ണ മാനിൻ്റെ രൂപം സ്വീകരിച്ചു. അവൻ സീതയുടെ മുന്നിൽ എത്തി. സീത ആ മാനിനെ കണ്ടപ്പോൾ പറഞ്ഞു, "രാമാ, ഈ മാൻ എത്ര മനോഹരമാണ്. എനിക്കിതിനെ വേണം. ദയവായി ഇത് എനിക്ക് കൊണ്ടുതരുമോ?" അങ്ങനെ രാമൻ ആ മാനിനെ പിടിക്കാനായി അതിൻ്റെ പിന്നാലെ പോയി. മാൻ ഓടിപ്പോകുമ്പോൾ അതിനെ പിന്തുടർന്ന് രാമൻ വനത്തിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് നടന്നു. മാൻ വളരെ ദൂരത്തേക്ക് ഓടിപ്പോയപ്പോൾ രാമൻ അതിന് നേരെ ഒരു അമ്പെയ്തു. അപ്പോൾ ആ മാൻ വിളിച്ചു പറഞ്ഞു, "ഹേ സീതേ, ഹേ ലക്ഷ്മണ." ഇത് മാരീചൻ്റെ ഒരു തന്ത്രമായിരുന്നു. ലക്ഷ്മണനും സീതയും ആ നിലവിളികൾ കേട്ടു. സീത പറഞ്ഞു, "ഓ ലക്ഷ്മണ,
നിന്റെ സഹോദരനായ രാമൻ അപകടത്തിലാണ്. നീ പോയി അദ്ദേഹത്തെ സഹായിക്കൂ. ലക്ഷ്മണൻ സീതയെ മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. മാതാവേ, സീതേ, രാമന് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. ഇത് രാക്ഷസന്മാരുടെ ഏതെങ്കിലും ഒരു തന്ത്രമായിരിക്കാം. എന്നാൽ സീത അത് വിശ്വസിച്ചില്ല. അവൾ പറഞ്ഞു, ഇല്ല, നീ പോയി നിന്റെ സഹോദരനെ സഹായിക്കൂ. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, രാമൻ അങ്ങയെ സംരക്ഷിക്കാനാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ അങ്ങ് നിർബന്ധിക്കുന്നുവെങ്കിൽ ഞാൻ പോകാം. അതിനുശേഷം ലക്ഷ്മണൻ സീതയെ വണങ്ങി അവിടെ നിന്ന് പുറപ്പെട്ടു. ഇതെല്ലാം രാവണൻ്റെ ഒരു തന്ത്രമായിരുന്നു. ലക്ഷ്മണൻ പോയ ഉടൻ തന്നെ രാവണൻ ഒരു വിനീതനായ സന്യാസിയുടെ വേഷം ധരിച്ച് സീതയുടെ അടുത്തെത്തി. സീത അദ്ദേഹത്തെ ഒരു മഹർഷിയാണെന്ന് കരുതി അദ്ദേഹത്തിന് ചില പഴങ്ങൾ നൽകി. അപ്പോൾ രാവണൻ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. തൻ്റെ 10 തലകളോടുകൂടി പ്രത്യക്ഷപ്പെട്ട് അവൻ പറഞ്ഞു, ഞാൻ ലങ്കയുടെ രാജാവായ രാവണനാണ്. അവൻ സീതയെ പുഷ്പക വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി. പുഷ്പക വിമാനം രാവണൻ്റെ വിമാനമായിരുന്നു. അതിൽ സീതയെ കൊണ്ടുപോയി അവൻ ലങ്കയിലേക്ക് പറക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ സുഹൃത്തായ വലിയ കഴുകൻ ജടായു അത് കണ്ടു. അവൻ ചിന്തിച്ചു, രാമൻ ഇപ്പോൾ വീട്ടിലില്ലായിരിക്കാം. അതിനുശേഷം ജടായു രാവണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. രാവണൻ തൻ്റെ വാളെടുത്ത് ജടായുവിൻ്റെ ചിറകുകൾ മുറിച്ചു കളഞ്ഞു. ജടായു നിലത്തേക്ക് വീണു. സീത തൻ്റെ എല്ലാ ആഭരണങ്ങളും എടുത്ത് ഒരു ചെറിയ തുണിയിൽ കെട്ടി അവൾ അത് താഴേക്ക് എറിഞ്ഞു. രാമനും ലക്ഷ്മണനും പിന്നീട് ആശ്രമത്തിലേക്ക് തിരിച്ചെത്തി. അവിടെ എത്തിയപ്പോൾ സീതയെ കാണാനില്ലെന്ന് അവർ മനസ്സിലാക്കി. അവർ എല്ലായിടത്തും സീതയെ അന്വേഷിക്കാൻ തുടങ്ങി. അതിനിടയിൽ അവർ മുറിവേറ്റ നിലയിൽ കിടക്കുന്ന ജടായുവിനെ കണ്ടു. ജടായു പറഞ്ഞു, രാമാ, രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. അവനെ തടയാൻ ഞാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് മുറിവേറ്റത്. ഇത്രയും പറഞ്ഞ ശേഷം ജടായു രാമൻ്റെ മടിയിൽ വീണു. അദ്ദേഹം രാമൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ടു. അപ്പോൾ രാമൻ പറഞ്ഞു, ഓ ലക്ഷ്മണ, ജടായു നമ്മുടെ പിതാവിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം നമുക്ക് പിതാവിനെ പോലെയാണ്. അതിനാൽ ആചാരപ്രകാരം അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കാം. അതിനുശേഷം അവർ ജടായുവിന് ആദരവോടെയും സ്നേഹത്തോടെയും അന്ത്യയാത്ര നൽകി. ഇതെന്തൊരു വിചിത്രവേദന, ഹൃദയത്തിലാഴമുള്ള വേദന, മമതകൾ നിറഞ്ഞ ആരാധന. ഇതെന്തൊരു വിചിത്രവേദന, ഹൃദയത്തിലാഴമുള്ള വേദന, മമതകൾ നിറഞ്ഞ ആരാധന. എൻ പിതാവായ ദശരഥൻ എന്നെ ഓർത്ത് വിലപിച്ചു. അന്നവൻ ജീവൻ വെടിഞ്ഞു. അവന്റെ സുഹൃത്തായി ഈ ജടായു എനിക്കായി പൊരുതി. ഇന്നവൻ ജീവൻ വെടിഞ്ഞു. എൻ പിതാവായ ദശരഥൻ എന്നെ ഓർത്ത് വിലപിച്ചു. അന്നവൻ ജീവൻ വെടിഞ്ഞു. അവന്റെ സുഹൃത്തായ ഈ
ജടായു എനിക്കായി പൊരുതി ഇന്നവൻ ജീവൻ വെടിഞ്ഞു ഇതെന്തൊരു വിചിത്ര വേദന ഹൃദയത്തിൽ ആഴമുള്ള വേദന മമതകൾ നിറഞ്ഞ ആരാധന ഇതെന്തൊരു വിചിത്ര വേദന ഹൃദയത്തിൽ ആഴമുള്ള വേദന മമതകൾ നിറഞ്ഞ ആരാധന. അതിനുശേഷം അവർ സീതയെ കണ്ടെത്തുന്നതിനായി യാത്ര തുടർന്നു. വഴിയിൽ അവർ കബന്ധൻ എന്ന പേരുള്ള ഒരു വലിയ രാക്ഷസനെ കണ്ടുമുട്ടി. കബന്ധന് കിലോമീറ്ററുകൾ വരെ നീളുന്ന വലിയ കൈകളുണ്ടായിരുന്നു. ആരെങ്കിലും കാണുമ്പോൾ തൻ്റെ നീണ്ട കൈകൾ ഉപയോഗിച്ച് അവരെ പിടികൂടി ഭക്ഷിക്കുമായിരുന്നു. അങ്ങനെ അവൻ രാമനെയും ലക്ഷ്മണനെയും കണ്ടു. തൻ്റെ ഓരോ കൈകളിലും ഒരാളെ വീതം പിടിച്ചുകൊണ്ട് അവരെ ബന്ധിച്ചു. അപ്പോൾ രാമനും ലക്ഷ്മണനും വാൾ പുറത്തെടുത്തു. ഒരേ സമയത്ത് അവർ കബന്ധൻ്റെ കൈകൾ വെട്ടിമാറ്റി. അവൻ്റെ കൈകൾ മുറിഞ്ഞ നിമിഷം തന്നെ അവൻ ഒരു ഗന്ധർവനായി മാറി. അവൻ പറഞ്ഞു, "ഓ രാമാ, എനിക്ക് ഒരു ശാപം ലഭിച്ചിരുന്നു. അങ്ങ് എൻ്റെ കൈകൾ മുറിച്ചതോടെ ഞാൻ ആ ശാപത്തിൽ നിന്ന് വിമോചിതനായി. എനിക്ക് നിങ്ങളെ സഹായിക്കണം." രാവണൻ സീതയെ തെക്കോട്ട് കൊണ്ടുപോയി തെക്കോട്ട് തന്നെ യാത്ര തുടരുക. അവിടെ നിങ്ങൾ സുഗ്രീവൻ എന്നൊരു സുഹൃത്തിനെ കാണും. അവൻ കുരങ്ങന്മാരുടെ രാജാവാണ്. അവൻ്റെ സഹായം സ്വീകരിക്കുക. യാത്രാമധ്യേ മറ്റൊരു വൃദ്ധയായ സ്ത്രീയെയും കാണുക. അവൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അവളുടെ പേര് ശബരിയാണ്. രാമനും ലക്ഷ്മണനും തെക്കോട്ട് യാത്ര തുടർന്നു. അവർ ശബരിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. ശബരി ഒരു വലിയ ഭക്തയായിരുന്നു. അവൾ തൻ്റെ ഗുരുവിനെ ഭക്തിയോടെ സേവിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അവളുടെ ഗുരു അവളോട് പറഞ്ഞു, "നീ ഈ ആശ്രമത്തിൽ തന്നെ കാത്തിരിക്കുക. ഒരു ദിവസം രാമൻ ഇവിടെ വരും. നീ അദ്ദേഹത്തെ നന്നായി സേവിക്കുക. അതിലൂടെ നിനക്ക് മോക്ഷം ലഭിക്കും." അതിനുശേഷം എല്ലാ ദിവസവും ശബരി പുറത്തേക്ക് പോകുമായിരുന്നു. അവൾ ഏറ്റവും നല്ല പഴങ്ങൾ, മാങ്ങ, മുന്തിരി, പേരയ്ക്ക എന്നിവ കണ്ടെത്തി ഒരു കൊട്ട നിറയെ കൊണ്ടുവരും. ഓരോ പഴവും എടുത്ത് അവൾ അതിൽ ഒരു കഷണം കടിച്ചു നോക്കും. അത് മധുരമുള്ളതാണോ പുളിയുള്ളതാണോ എന്ന് പരിശോധിക്കും. നല്ലതാണെങ്കിൽ അത് മാറ്റിവെക്കും. അങ്ങനെ രാമനു വേണ്ടി ഏറ്റവും നല്ല മധുരമുള്ള പഴങ്ങൾ അവൾ തയ്യാറാക്കി വയ്ക്കുമായിരുന്നു. അന്ന് രാമൻ വന്നില്ലെങ്കിൽ അടുത്ത ദിവസവും അവൾ അതേ കാര്യം വീണ്ടും ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ശബരിയുടെ ഭക്തി. ഒടുവിൽ ഒരു ദിവസം അവൾ രാമൻ വരുന്നത് കണ്ടു. അവൾ അതിയായ സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. അവൾ പറഞ്ഞു, "രാമാ, അങ്ങ് ഒടുവിൽ എത്തിയല്ലോ." പിന്നീട് അവൾ പറഞ്ഞു, "അങ്ങയ്ക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ? വരൂ." അവൾ അവരെ സ്വീകരിച്ചു. ഓരോ പഴവും എടുത്ത് അത് മധുരമുള്ളതാണോ എന്ന് നോക്കാൻ കടിച്ച ശേഷം രാമന് നൽകാൻ തുടങ്ങി. രാമൻ ആ പഴങ്ങൾ വളരെ സന്തോഷത്തോടെ കഴിച്ചു. ലക്ഷ്മണൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു. അവൾ പഴം കടിച്ചു നോക്കി പിന്നെ രാമന് നൽകുകയായിരുന്നു. എന്നാൽ രാമൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഈ വൃദ്ധയായ ഭക്തസ്ത്രീ ഓരോ പഴവും മധുരമുള്ളതാണോ എന്ന് പരിശോധിച്ച് സ്നേഹത്തോടെ തനിക്ക് നൽകുന്ന ആ കാഴ്ച രാമന് വളരെ പ്രിയമായി തോന്നി. അങ്ങനെ ശബരിയുടെ ആഗ്രഹം നിറവേറ്റപ്പെട്ടു. അവൾ പറഞ്ഞു, "രാമാ, എൻ്റെ ആഗ്രഹം സഫലമായി. ഇനി എനിക്ക് മോക്ഷം ലഭിച്ചു." അവൾ രാമനെ വണങ്ങി തുടർന്ന് തൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കി. അതിനുശേഷം രാമനും ലക്ഷ്മണനും കബദ്ധൻ നിർദ്ദേശിച്ചിരുന്ന ഋഷ്യമൂക എന്ന സ്ഥലത്തേക്ക് തെക്കോട്ട് യാത്ര തുടർന്നു. രാമ
രാമ രാമ ഓരോ ദിവസവും നിൻ വരവിനായി കാത്തിരിക്കും. ഓരോ ദിവസവും നിൻ വരവിനായി കാത്തിരിക്കും. മധുരഫലങ്ങൾ നിനക്കായി കൊണ്ടുവരും മധുരമെന്നു നോക്കി. മധുരഫലങ്ങൾ മാത്രം നിനക്കു സമർപ്പിക്കും. ഓരോ ദിവസവും നിൻ വരവിനായി കാത്തിരിക്കും. മധുരഫലങ്ങൾ നിനക്കായി കൊണ്ടുവരും മധുരമെന്നു നോക്കി. മധുരഫലങ്ങൾ മാത്രം നിനക്കു സമർപ്പിക്കും. എത്ര നാളായി ഈ കാത്തിരിപ്പ്. രാമ 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 വൃദ്ധയായി ഞാൻ നടുവ് വളഞ്ഞു. വൃദ്ധയായി ഞാൻ നടുവ് വളഞ്ഞു. എത്ര നാളായി ഈ കാത്തിരിപ്പ്. രാമ മാതംഗമുനിയുടെ വാക്ക് പാലിക്കുവാൻ. മാതംഗമുനിയുടെ വാക്ക് പാലിക്കുവാൻ നിനക്കായി കാത്തിരുന്നു രാമ. മാതംഗമുനിയുടെ വാക്ക് പാലിക്കുവാൻ നിനക്കായി കാത്തിരുന്നു രാമ. നിൻ ദർശനം തന്നെയാണ് എനിക്കിനി മോക്ഷം രാമ. നിൻ ദർശനം തന്നെയാണ് എനിക്കിനി മോക്ഷം രാമ. എത്ര നാളായി ഈ കാത്തിരിപ്പ്. രാമ 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 എത്ര നാളായി ഈ കാത്തിരിപ്പ്. രാമ